സുഹൃത്തുക്കളെ ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല. നിങ്ങൾക്ക് അത് മണത്താ ഇവിടെ ഓടും. അതുപോലത്തെ ഒരു സ്മെല്ലാണ് അത്. കുളിക്കുന്നതിനൊക്കെ മുന്നേ ഷട്ടൂരി ഇടത്തില്ലേ, അതിന്റെ ആ ഒരു വിയർപ്പ്. ഹായ് ഗൈസ്, ഗുഡ് ഈവനിങ്. നിങ്ങൾ വീഡിയോ കാണുന്നത് ചിലപ്പോൾ മോർണിംഗ് ആയിരിക്കാം. വെൽക്കം ടു അമിയ അൺഫിൽറ്റേർഡ്. യോലോ എന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുമായിരുന്നു, ഇപ്പം ഈ സാധനം അങ്ങ് പറയുന്നില്ല. ഇപ്പം ഇന്നത്തെ ടോപ്പിക്കിലോട്ട് കടക്കുന്നതിന് മുമ്പ് വൈ 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 കുറേ ദിവസമായിട്ട് ചില ആൾക്കാരുടെ ടോപ്പിക്ക് മാത്രമാണ് ഞാൻ വീണ്ടും 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 പറയുന്നത്. ഇപ്പോൾ വിജയ്കുമാറിൻ്റെ 3 വീഡിയോ ഇട്ടു, ദീപ്തി ടീച്ചർ 1 2 3 വീഡിയോ ഇട്ടു. എനിക്കിങ്ങനെ വൈ 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 അതുപോലെ ഒരു റിപ്പീറ്റർ വ്യക്തിൻ്റെ ടോപ്പിക്കാണ് ഞാൻ വീണ്ടും പറയാൻ പോകുന്നത്. ഈ പെർട്ടിക്കുലർ വ്യക്തിയുടെ ടോപ്പിക്ക് സംസാരിക്കുന്നതിൽ തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. തീരെ എന്ന് വെച്ചാൽ തീരെ. കാരണം എനിക്ക് 100% ഷുവറാണ് ഫേക്ക് ആയിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് പബ്ലിസിറ്റി കൂടെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ് എന്നുള്ള ഷുവർ. അപ്പം എന്തിനാ പറയുന്നത്, നെഗറ്റീവ് പബ്ലിസിറ്റി ആകുമ്പോൾ എന്ത് വേണമെങ്കിലും കാണിച്ച് കൂട്ടും, അതുകൊണ്ട് അതൊന്നും കൊടുക്കരുത് എന്നൊരു മൈൻഡിലാണ് നിൽക്കുന്നത്. പക്ഷെ ഈ ഒരു സാധനം കേട്ടപ്പം ലിറ്ററലി ഐ വാസ് ഇറിറ്റേറ്റഡ് എന്ന് ഞാൻ പറയാം. കാരണം പണ്ട് ഈ രേണു സുധി എന്ന് പറയുന്ന ആൾ ഇത്ര ഫെയിമിലോട്ട് വരാനുള്ള കാരണം, സുധീനെ എല്ലാവർക്കും അറിയാം, ഒരു കൊമേഡിയനാണ്. നമ്മുടെ ലക്ഷ്മി നക്ഷത്രേൻ്റെ പ്രോഗ്രാം എന്താ അത്, കോമഡി ഉത്സവമോ അല്ലാണ്ട് നമ്മൾ കുറേ സ്കിറ്റിലൊക്കെ കണ്ടിട്ടുള്ള ആളാണ്. ഈ പർട്ടിക്കുലർ പേഴ്സൺ ഒരു ആക്സിഡൻറ്റ് വന്ന് മരിക്കുകയും ആൻഡ് ലക്ഷ്മി നക്ഷത്ര ഈ പുള്ളിക്കാരൻ്റെ വീട്ടിൽ പോവുകയും ഭാര്യയുമായി ബന്ധപ്പെട്ട് കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണിച്ച് ഇവരെ ഈ പ്രോഗ്രാമിൻ്റെ ഫ്ലവേഴ്സിൻ്റെ സ്റ്റേജിലൊക്കെ കൊണ്ടുവന്നിട്ടാണ് നമുക്ക് ഈ പെർട്ടിക്കുലർ ലേഡീനെ ഭയങ്കര ഒന്ന് വിസിബിളായി വന്നത്. ഈ രേണു സുധി എന്ന് പറയുന്ന ആൾ സുധിയുടെ ഭാര്യ എന്ന ലേബൽ അന്നും ഇന്നും ഇപ്പോഴും കാണുന്നത് ഈ ഒരു ബേസിൽ മാത്രമാണ്. അപ്പം ഈ പർട്ടിക്കുലർ ലേഡി ലക്ഷ്മി നക്ഷത്രേൻ്റെ അടുത്ത് ചോദിച്ച ഒരേ ഒരു കാര്യമായിരുന്നു, എനിക്ക് ഈ സുധിയേട്ടൻ്റെ സ്മെല്ല് എനിക്ക് ലൈഫ് ലോങ് വേണം, അപ്പോൾ അതുകൊണ്ട് ഈ സുധിയേട്ടൻ്റെ സ്മെല്ല് കൊണ്ടുപോയിട്ട് എനിക്ക് അതൊരു സ്പ്രേ ആക്കി കൊണ്ടു തരാമോ എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പം അത് വലിയൊരു ചർച്ചയായിരുന്നു, വലിയൊരു വിവാദമായിരുന്നു. കുറേ പേര് അതിങ്ങനെ ഭയങ്കര മനസ്സിലേറ്റിയവരുണ്ട്, എന്നാൽ ഇത് പരിഹസിച്ചവരുണ്ട്. അങ്ങനെ ലക്ഷ്മി നക്ഷത്ര സ്വന്തം ഇൻഫ്ലുവൻസിൽ എവിടേക്കോ പോയി സാധനങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് കാണാം. ഇതാണ് ആ വീഡിയോ. സ്പ്രേ കൊടുക്കുന്നതാണ് ലക്ഷ്മി നക്ഷത്ര. അപ്പോൾ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമുക്കങ്ങനെ കണ്ടു നിൽക്കാനൊന്നും പറ്റില്ല. വീഡിയോ കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര സങ്കടമാവും. ഇതിൽ ഒരു ആറ്റിറ്റ്യൂഡ് ഡിഫറൻസാണ് ഞാൻ ബേസിക്കലി ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അത് സുധി എന്ന് പറയുന്ന ആളുടെ ഷർട്ടാണ്. അത് സ്മെല്ല് ചെയ്തതിന് ശേഷം സ്പ്രേ ലക്ഷ്മി നക്ഷത്ര കയ്യിലാക്കുന്നു, പിന്നെ അത് സ്മെല്ല് ചെയ്ത് നോക്കുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വീഡിയോസാണ്, കുറച്ച് ഭാഗമൊക്കെ എടുത്തിട്ടുള്ളൂ. ബാക്കി കാണുന്നവരൊക്കെ ആ ചാനലിലൊക്കെ ഒന്ന് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് പിക്ചർ എന്താണെന്ന് കിട്ടും. ഓക്കെ, ഇതാണ് സംഭവം. ഇത് ഞാൻ ലക്ഷ്മി നക്ഷത്രേൻ്റെ ചാനലിൽ നിന്ന് എടുത്ത പീസാണ് കേട്ടോ. ലക്ഷ്മി നക്ഷത്ര ഈ സ്പ്രേ കൊടുക്കുന്നു. അപ്പോൾ ആ സ്പ്രേ മണക്കുന്നതിന് മുമ്പ് ആദ്യം ഈ സ്പ്രേൻ്റെ സ്മെല്ല് എടുത്തത് ആളിട്ട ഷർട്ടിൽ നിന്നായിരുന്നു. ആ ഷർട്ട് ഇങ്ങനെ മണക്കുന്നു, സുധിയേട്ടനെ കുറിച്ച് ആലോചിക്കുന്നു, കരയുന്നു. അതിനുശേഷം സ്പ്രേ അടിക്കുന്നു, സ്പ്രേനെ കുറിച്ച് ആലോചിക്കുന്നു. ഒരു എന്താ പറയുക, ജനങ്ങളുടെ ഫുൾ സെൻറ്റിമെൻറ്റ്സ് ഫുള്ളങ്ങ് മനസ്സിനുള്ളിലോട്ട് വാരി വിതറിയ ഒരു വീഡിയോ ആയിരുന്നു. മാലാഖയായി നിൽക്കുന്ന സമയം. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങുന്നു, വീടുണ്ടാക്കി കൊടുക്കുന്നു, ആൾ ആക്ടിങ് ഫീൽഡിലോട്ട് ഇറങ്ങുന്നു, പിന്നെ ആക്ട് ചെയ്യാൻ തുടങ്ങുന്നു, പിന്നെ ചെറിയ എക്സ്പോസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഫോട്ടോഷൂട്ട് ആക്ടിങ്ങിലോട്ട് ഇറങ്ങുന്നു, പിന്നെ നെഗറ്റീവ് പബ്ലിസിറ്റി, നെഗറ്റീവ് കമൻറ്റ്, റിയാക്ഷൻ, കാര്യങ്ങളൊക്കെ നടക്കുന്നു. അതിനുശേഷം റീസെൻ്റ്ലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഷോർട്ട് ഫിലിമിൻ്റെയോ അല്ലെങ്കിൽ ഇനി ഫിലിം വർക്കാണോ എന്താണെന്നൊന്നും അറിയില്ല. അതിൻ്റെ ഇടയിൽ ഒരു മീഡിയ പേഴ്സൺ ചെന്നിട്ട് ഈ പെർട്ടിക്കുലർ രേണു സുധിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, സുധിയേട്ടൻ്റെ സ്പ്രേ എവിടെ, അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ഒന്നുമില്ലല്ലോ. അപ്പം പുള്ളിക്കാരി റിയാക്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്റെ പൊന്ന സുഹൃത്തുക്കളെ, ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല. അത് സുധിച്ചേട്ടന്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ അത് എനിക്കും കിച്ചുവിനും പിന്നെ എന്റെ വീട്ടുകാർക്കും കുറച്ച് പേർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു സ്മെല്ലാണ്. അത് അടിച്ചിട്ടേ ഇല്ല. ഇന്ന് ഈ നിമിഷം വരെ ദേഹത്തടിക്കുന്ന പെർഫ്യൂം അല്ല അത്. സുധിച്ചേട്ടനെ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മണം വേണം, അത് തുറന്നിട്ടൊന്ന് മണക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാം സുധിച്ചേട്ടന്റെ സാന്നിധ്യം എവിടെയോ ഉണ്ടെന്ന്. അതിന് വേണ്ടിയിട്ടുള്ള പെർഫ്യൂമാണ്, അല്ലാതെ അത് അടിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അത് മണത്താ ഇവിടെ ഓടും. അതുപോലത്തെ ഒരു സ്മെല്ലാണ് അതിന്.
അതായത് സൂചേട്ടൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുളിക്കുന്നതിനൊക്കെ മുന്നേ ഷർട്ട് ഊരി ഇടത്തില്ലേ, അപ്പൊ അതിന്റെ ആ ഒരു വിയർപ്പും പിന്നെ ബ്ലഡ് എല്ലാം കൂടിയുള്ള ഒരു സ്മെല്ലാണ്. അതിന്റെ പെർഫ്യൂം എങ്ങനെ ദേഹത്ത് അടിച്ചോണ്ട് നടക്കുന്നത്? അത് അടിക്കാൻ പറ്റുന്ന അല്ല 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 അത് തീർന്നിട്ടും ഇല്ല, അത് അതുപോലെ ഇരിപ്പുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീഡിയോ കണ്ട സമയത്ത് ഐ അണ്ടർസ്റ്റാൻഡ് രേണു സുധി പറഞ്ഞ ഒരു സാധനം എന്ന് വെച്ചാൽ വേർപ്പ് എന്ന് വെച്ചാൽ ഒരാളുടെ വേർപ്പ് നിന്ന് എടുക്കുന്ന ഒരു സ്മെല്ലാണത്. അപ്പോൾ നമ്മളുടെയൊക്കെ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് നമ്മുടെ വേർപ്പ് എന്ന് പറയുന്നത്. അതെല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. എങ്ങനെയാണ് നമ്മുടെ വേർപ്പ് എല്ലാവർക്കും ഇങ്ങനെ അറ്റ് എ ടൈം എൻജോയ് ചെയ്യാൻ പറ്റുക? അപ്പം അതാണ് ഇതിൽ കൺവേ ചെയ്ത വേർപ്പാണ്. പിന്നെ അവസാനം ഇട്ട ഷർട്ട് ആയതുകൊണ്ട് തന്നെ ഈ ബ്ലഡ് സ്റ്റെയിൻസോ അതെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ളൊരു മണമാണ് എന്ന രീതിയിലാണ് പുള്ളിക്കാരി പറഞ്ഞത്. പക്ഷേ ആ പറഞ്ഞ രീതി ശ്രദ്ധിച്ചോ, അതാണ് ഇവിടെ പ്രശ്നമായത്. ചിലപ്പോൾ രേണു സുധി എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു കാര്യം കൺവേ ചെയ്തത് ചിലപ്പോൾ വളരെ പോസിറ്റീവായിരിക്കും. ഏട്ടൻ്റെ സ്മെല്ലാണ്, അതൊരിക്കലും നമുക്ക് ഈ ഡെയിലി അടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സ്പ്രേയോ കാര്യമോ ഒന്നുമല്ല, ബ്ലഡ് സ്റ്റെയിൻസും കൊണ്ട് വരുന്നതുകൊണ്ട് ഒരു വേറൊരു മണമാണ്, നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മണമല്ല, ഞാൻ ഓർമ്മയ്ക്ക് മാത്രം വെക്കുന്ന ഒരു സാധനമാണ് എന്ന് രേണു സുധി ഈ രീതിയിൽ പറയുന്നതും, അയ്യോ എന്തൊരു മണാണേ സഹിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ പറയുന്നതിലും ദർ ഇസ് എ ഡിഫറൻസ്. ഈ പറഞ്ഞ സത്യത്തെ, ഇതൊരു സത്യമാണ്, രേണുസുധി പറഞ്ഞൊരു സത്യമാണ്, ഇൻറ്റിമേറ്റ് സ്മെല്ലാണ്, ബ്ലഡ് സ്റ്റെയിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സ്മെല്ലാണ്. ഈ സത്യത്തെ ഇത്രത്തോളം ഹേറ്റേഴ്സ് രേണുസുധിക്ക് വരാനുള്ളതിൻ്റെ റീസൺ ഭയങ്കര ഒരു ധാർഷ്ട്യത്തോടെ, ഒരു ഭയങ്കര പുച്ഛത്തോടെ, അല്ല ഒരു അറപ്പുള്ളതുപോലെ ഉള്ള രീതിയിൽ എന്തൊക്കെയോ ഒരു എന്താ പറയുക, എന്തോ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ആ ആദ്യത്തെ വീഡിയോയിലും രണ്ടാമത്തെ വീഡിയോയിലും ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഡിഫറൻസ് നിങ്ങൾക്ക് ഭയങ്കര എവിഡൻ്റ് ആയിട്ട് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പഴയ വീഡിയോ ഇവിടെ നിന്നൊക്കെയോ പൊക്കി എടുത്ത് ഇവിടെ വെക്കുന്നത്. ഇനി ഇതിന് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുമോ എന്നൊന്നുള്ള പറയാൻ പറ്റില്ല. ഇതാണ് പ്രശ്നം, ഇത് മാത്രമാണ് പ്രശ്നം. ആദ്യം രേണു സുധീനെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തതും അംഗീകരിച്ചതും രേണു സുധിയുടെ ആ സുധിയേട്ടനോടുള്ള സ്നേഹവും സന്തോഷവും ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള തോന്നലും ഇതൊക്കെ കണ്ടിട്ടാണ്. പക്ഷെ ഇതിൻ്റെ ഒക്കെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ ആൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും നല്ലതല്ല, ഇത് നല്ലതാണെന്ന് സമ്മതിക്കാനും പറ്റില്ല. എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ ഈ വീഡിയോൻ്റെ താഴെ എന്നെ വന്ന് ചീത്ത പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ചില ആൾക്കാരൊക്കെ ബേസിക്കലി പറയാം, അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിച്ചോട്ടെ, ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ആക്ട് ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ആക്ട് ചെയ്യാണ്ട് വീട്ടിലിരുന്നാൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പൈസ കൊണ്ടുതരാം, ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ചെയ്തോട്ടെ. ഒരു വീട് മാത്രമല്ല, ഫ്രണ്ടോട്ട് ജീവിക്കണം, 2 കുട്ടികളെ വളർത്തണം, അവരെ കല്യാണം കഴിപ്പിച്ച് വിടണം, ഇതിനൊക്കെ പൈസ വേണം, ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല. പിന്നെ രേണുസുധി മാത്രമല്ല എക്സ്പോസ്ഡ് ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ രീതിയിലുള്ള ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിക്കുന്നത്. ദർ ആർ ലോട്ട് ഓഫ് പേഴ്സൺസ്. പക്ഷേ ഇല്ലാത്ത കോൺട്രവേഴ്സികൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. കാരണം സോഷ്യൽ മീഡിയ യുഗത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ വലിയ പാടാണ്. കാരണം കോമ്പറ്റേറ്റേഴ്സ് ഏറ്റവും കൂടുതലുള്ള ഒരു ഫീൽഡ് തന്നെയാണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞത്. ഇന്നൊരാളാണ്, നാളെ മറ്റൊരാൾ, നാളെ മറ്റൊരാളാണ്, അതിൻ്റെ മറ്റൊരാൾ. അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് മര്യാദയ്ക്ക് യൂസ് ചെയ്യാൻ അറിയുന്ന ഒരാൾക്കറിയാം. അതിനുവേണ്ടി നെഗറ്റീവ് കോൺട്രവേഴ്സീസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വലിയൊരു ഹെയ്റ്റ് തന്നെ ആൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതെന്തിനാണ്? അത് നിർത്തിക്കൂടെ? അതിൻ്റെ ആവശ്യം എന്താ? നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഫ്രണ്ടോട്ട് ചെയ്യാനുണ്ട്, പലതും ചെയ്യാനുണ്ട്, ജോലിയോ യൂട്യൂബോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കാം. പക്ഷേ ഈ നെഗറ്റിവിറ്റിയിൽ കൂടെ ഒരു കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടിട്ട് ഫെയിമിൽ നിൽക്കേണ്ട ആവശ്യം എന്താണെന്നുള്ളത് എനിക്ക് ഈ പോയിന്റ് വരെ എനിക്ക് മനസ്സിലായിട്ടില്ല. ആ ഒരു ചേഞ്ച് വേ ഓഫ് ബിഹേവിയർ, നമ്മൾ സത്യം പറയാം, നമുക്ക് കയ്യിൽ 4 പൈസ വരുമ്പോഴും 4 ഫെയിം വരുമ്പോഴും നമ്മൾ ഭയങ്കര ഒരു ആറ്റിറ്റ്യൂഡ് വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. ഞാനെന്തോ വലിയ സംഭവമായി, ഇനി ഒന്നുമില്ല കേട്ടോ ഒക്കെ തോന്നുക. ഈ ഫെയിം എന്ന് പറയുന്നതും ഈ പൈസ എന്നൊക്കെ പറയുന്നത് എപ്പോൾ വേണമെങ്കിലും പോവാം, ജീവിതകാലം മുഴുവൻ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ജീവിതകാലം മുഴുവൻ ഉണ്ടാകുന്നത് നമ്മളുടെ സ്വഭാവമാണ്, നമ്മളുടെ ക്യാരക്ടറാണ്. പല്ലി ചലിച്ചു, നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയില്ല, ക്യാരക്ടറാണ്. അത് കളഞ്ഞ് ജീവിച്ചിട്ട് കാര്യമില്ല. അത് കളഞ്ഞ് ജീവിച്ചിട്ടുണ്ടെങ്കിൽ യു ആർ നോട്ട് ഗോണ റീച്ച്, എവിടെയും എത്താൻ പോകുന്നില്ല. എവിടെയെന്ന് വെച്ചാൽ എവിടെയും എത്താൻ പോകുന്നില്ല. 10 ആൾ നമ്മളെ നോക്കുന്നത് ആ കണ്ണിലായിരിക്കും. മേ ബി പറയും എനിക്കിതൊന്നും ഒരു വിഷയമല്ല, ആയിരിക്കില്ല. പക്ഷേ സത്യം പറയും, ഈ വീഡിയോ കണ്ട സമയത്ത് ഐ ഫെൽ ലൈക്ക്
എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നതെന്ന്. ആ കരച്ചിൽ ടു ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡിലുള്ള. ആൻഡ് ഇതുമായി ബന്ധപ്പെട്ട് രേണു സുധി തന്നെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ഹലോ, നമസ്കാരം. ഞാൻ രേണു സുധിയാണ്. ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. എൻ്റെ സുധിച്ചേട്ടൻ മരിച്ചത് പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് കിട്ടിയത് തന്നത് എൻ്റെ ലക്ഷ്മി നക്ഷത്രയാണ്, ചിന്നുവാണ് തന്നത്. അതെൻ്റെ പെർഫ്യൂം, ഏട്ടൻ്റെ പെർഫ്യൂം. അത് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങളുടെ കമൻറ്റിൽ കാണാം അത് അടിച്ചു തീർത്തോ, അതെന്താണ്, അത് സുഗന്ധമല്ലെന്നാണ് പറഞ്ഞത്. നമ്മുടെ ഏട്ടൻ്റെ വിയർപ്പിൻ്റെ മണമാണ്, അത് നമ്മൾ അടിച്ചുകൊണ്ട് നടക്കത്തില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത് അടിച്ചുകൊണ്ട് നടക്കാനുള്ള സ്പ്രേ അല്ല, അതൊരു തീർത്ഥം പോലെയാണ് ഞാൻ സൂക്ഷിക്കുന്നത്. അതിപ്പോഴും ഒന്നും അടിച്ചിട്ടില്ല, മണക്കത്തേ ഉള്ളൂ. ഞങ്ങൾ സുധിച്ചേട്ടൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ലക്ഷ്മി ഞങ്ങളുടെ ലൈഫിൽ തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. എനിക്ക് ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ഗിഫ്റ്റ് അത് തീർത്ത എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ സാധനം. ഇവിടെ തീർത്താണ്. ഓക്കെ, സോറി. രേണു സുധി എന്താ സപ്പോർട്ടേഴ്സൊക്കെ ഇപ്പം എന്നെ വന്ന് ചമ്മന്തിയാക്കും. ഈ ആറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ മതിയായിരുന്നു, ഒരു വിഷയമില്ല. എല്ലാവരും ഇപ്പോൾ മനസ്സിലാക്കും. ഇപ്പം ഈ പറയുന്ന ഈ ഒരു ശാന്തതയും എളിമയും ഈ നെഞ്ചോട്ട് ചേർത്ത് വെക്കുന്നതും ഈ ഫേസിൽ എക്സ്പ്രഷനില്ലേ, മനസ്സ് പറഞ്ഞാൽ മതി, കൺവേ ആവും. അപ്പം ഇവിടുന്ന് ഇല്ലാത്തൊരു സാധനം ഇങ്ങോട്ട് പൊന്തി വന്നു, അതേ ഉള്ളൂ. ഇനി അടുത്തൊരു ഫൺ എപ്പിസോഡ് എന്നല്ല, ഈ വീഡിയോൻ്റെ താഴെ ഞാൻ കുറച്ച് കമൻറ്റുകൾ കണ്ടു കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അവളെ ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ ചിലവിന് കൊടുക്കാൻ പറയും, പക്ഷേ അവന് ഇത് എന്തിൻ്റെയാ എന്നാ, അവൻ്റെ എന്തിൻ്റെയാന്ന്. ആ ഷോട്ട് എടുത്ത് കഴിയുമോ ആ ക്യാരക്ടറിനെ അവിടെ ഉപേക്ഷിക്കുമ്പോൾ വരുന്ന ഒരു പ്രൊഫഷണൽ എക്സ്പ്രഷൻ. അത് പുള്ളിക്കാരിയുടെ റീലിൽ പറഞ്ഞതാട്ടോ. ഒരു ഷോട്ട് കഴിഞ്ഞ് ലാസ്റ്റ് എൻഡിൽ വരുന്ന ആ ഒരു എക്സ്പ്രഷനെ കുറിച്ച്. ഞാൻ എന്താ ഒരു സംഭവം എന്നാണ് രേണുവിൻ്റെ മുഖം കണ്ടാൽ. ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് ഇവിടെ എല്ലാവർക്കും പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇന്നലെ ട്രെയിനിൽ ഇതുപോലെ ഒന്നുണ്ടായിരുന്നു, ഞാൻ 20 രൂപ കൊടുത്തു. എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരു സമാധാനം. ഇങ്ങനെ ഒരുപാട് കമൻസ് ഈ വീഡിയോൻ്റെ താഴെ വന്നിട്ടുണ്ട്. പക്കാ ഹെയ്റ്റാണ് കേട്ടോ. ഒരു വ്യക്തിക്ക്, ഒരു മനുഷ്യനോട് തോന്നാൻ പറ്റുന്ന ദ എക്സ്ട്രീം ലെവൽ ഓഫ് വെറുപ്പ് ചിത്രീകരിക്കുന്ന ഒരു കമൻറ്റാണ്. ഒരിക്കലും ഞങ്ങൾക്ക് രേണു സുധി എന്ന് പറയുന്ന ഒരു പേഴ്സൻ്റെ അടുത്ത് എനിക്കോ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന വ്യക്തികൾക്കോ ഒരു തരത്തിലുള്ള നെഗറ്റീവോ വെറുപ്പോ ഒന്നുമില്ല. പക്ഷേ രേണു സുധി ഇല്ലാത്ത വെറുപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ റെഡിയാവും. എന്തിനാ വെറുതെ ഇങ്ങനത്തെ ഓരോ കോൺട്രവേഴ്സീസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ സ്വഭാവ കാര്യങ്ങളൊക്കെ കാട്ടുന്നത്? നിങ്ങൾക്ക് നന്നായിട്ട് നല്ല രീതിയിലൊക്കെ ഫ്രണ്ടോട്ട് പോയാൽ പോരെ. ഈ എന്താ പറയുക, എന്തൊക്കെയോ ആണ് എന്നുള്ള ഒരു വിചാരം നല്ലതാണ്, പക്ഷേ അത് തലയ്ക്ക് മേലെ പോകരുത്. തലയ്ക്ക് മേലെ എന്തും പോയിട്ടുണ്ടെങ്കിൽ അത് വലിയതല്ല, നല്ലതിനല്ല കേട്ടോ. So guys, stay tuned for the next video. Bye bye, and it's bye from Amia Mall. Okay.